നമ്മുടെ ഇന്നത്തെ മാസ്റ്റേഴ്സ് ഒറിജിനൽ മാസ്റ്റർ ക്ലാസ് സെഷനിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് TCS കേരള ഹെഡും TCSൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ ദിനേശ് തമ്പിയാണ്. ശ്രീ ദിനേശ് തമ്പി ഒരു IT പ്രൊഫഷണലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഒരേ IT സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്ത് ഗ്രോ ചെയ്ത് ഹയസ്റ്റ് ലെവലിലെത്തിയിരിക്കുന്ന ഒരു പ്രതിഭയാണ് ശ്രീ ദിനേശ് തമ്പി. അദ്ദേഹം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് ഉദാഹരണമായി അമേരിക്ക, ഹംഗറി മുതലായ രാജ്യങ്ങളിലൊക്കെ സെൻറ്റേഴ്സ് ഹെഡ് ചെയ്യുകയും ഓപ്പറേഷൻസ് നോക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5-6 വർഷങ്ങൾ അധികമായിട്ട് അദ്ദേഹം കേരളത്തിലാണ്. ഏകദേശം 15,000 to 18,000 എംപ്ലോയീസ് TCSൻ്റെ കേരളത്തിലുണ്ട്. മൾട്ടിപ്പിൾ സെൻറ്റേഴ്സ് ഉണ്ട്. തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ മൾട്ടിപ്പിൾ ഫേസസിലായിട്ട് TCS ഓഫീസുണ്ട്. കൂടാതെ എറണാകുളം, പിന്നെ എറണാകുളത്ത് തന്നെ ഒരു ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ തിരുവനന്തപുരത്തുള്ളതുപോലെ തന്നെ ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലുമാണ്. ഇപ്പോൾ TCSൻ്റെ കേരള പ്രസൻസ് വളരെ അധികമാണ്. TCSനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് എംപ്ലോയറാണ് TCS. ഏകദേശം 6 ലക്ഷത്തിലധികം എംപ്ലോയീസ് വർത്തിക്കുന്ന ഒരു IT സ്ഥാപനമാണ് TCS. ലോകത്തെമ്പാടും ഫുട്പ്രിൻ്റുള്ള, ലോകത്ത് ഒരുമാതിരിയുള്ള മിക്കവാറും ലാർജ് കോർപ്പറേറ്റ്സിനൊക്കെ സോഫ്റ്റ്വെയറും സൊല്യൂഷൻസും ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് TCS. TCS ഇന്ന് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. ടാറ്റ എന്ന് പറയുന്ന ടാറ്റ ഗ്രൂപ്പ് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ അതിനകത്തുണ്ട്. അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. കൂടാതെ ഇന്ന് ടാറ്റ സൺസിൻ്റെ ചെയർമാനായ ശ്രീ ചന്ദ്രശേഖർ TCSൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ നിന്നാണ് ടാറ്റ സൺസിൻ്റെ ചെയർമാനായിട്ട് ആദ്യത്തെ നോൺ പാഴ്സി ചെയർപേഴ്സൺ ഓർ എ ചെയർമാൻ ഓഫ് ടാറ്റ സൺസ്. അത് TCSനെ പറ്റിയുള്ള ഒരു വിവരണമാണ്. ശ്രീ ദിനേശ് തമ്പിയുമായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പല പ്രകാരമുള്ള ലീഡർഷിപ്പിനെ പറ്റിയാണ്. നമുക്ക് ലീഡർഷിപ്പിനെ പറ്റി സംസാരിക്കാനായിട്ട് ഏറ്റവും ഉതകുന്ന വ്യക്തിയായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടും പ്രൊഫഷണൽ പരമായിട്ടും ഞാൻ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കണക്റ്റഡാണ്. കേരള മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ഇന്ത്യൻ സൊസൈറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, GTech, അതുപോലെ തന്നെ വേറെയും പല പ്രൊഫഷണൽ ചീഫ് മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഫോർ IT അഡ്വൈസറി, ഇതെല്ലാം അദ്ദേഹം എല്ലാത്തിൻ്റെയും ഭാഗമാണ്. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാം കേരളത്തിൻ്റെ ഒരു IT ഭാവി ഭാഗധേയങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നോളജ് എക്കണോമിയുടെ ഭാവി ഭാഗധേയങ്ങളിൽ വളരെ ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന വ്യക്തിത്വവും ആ വ്യക്തിത്വത്തിൻ്റെ ബാക്കിലുള്ള സ്ഥാപനവും TCS എന്ന സ്ഥാപനവും ഇന്ന് കേരളത്തിൽ ഉണ്ട്. അപ്പോൾ ലീഡർഷിപ്പിനെ പറ്റി സംസാരിക്കാനായിട്ട് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിത്വമാണ് ശ്രീ ദിനേശ് തമ്പി. ശ്രീ ദിനേശ് തമ്പി ഈസ് ഒറിജിനലി ഫ്രം ട്രിവാൻഡ്രം, നൗ partially sort of settled in Ernakulam. Sir, welcome to the show. Yeah, thank you, sir. നമ്മൾ ഒരു ലീഡർഷിപ്പിൻ്റെ പല ഘടകങ്ങളെ പറ്റി പറയാനുണ്ടാകും. അപ്പം നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഒരു ഏരിയ നമുക്ക് ടച്ച് ചെയ്യാം. അത് വിഷണറി ലീഡർഷിപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ പറയുന്ന വിഷണറി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ചില ഉദാഹരണങ്ങളും നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു വിഷണറി ലീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വ്യക്തിത്വമായിരിക്കും ഒരു വിഷണറി ലീഡർ എന്ന് പറയുന്നത്? അതിൽ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രം എ ഓവറോൾ വിഷണറി ലീഡർഷിപ്പ് സ്റ്റാൻഡ് പോയിൻറ്റ് ആൻഡ് എസ്പെഷ്യലി ഫ്രം എ കൺട്രി ലൈക്ക് ഇന്ത്യ and being in the IT field നോക്കുമ്പോൾ one of the persons I really respect and honor is Dr. F.C. Kohli. Very good. Okay. And visionary leadership is one thing which is whatever the vision you have, it has to be really put to practice. Yes. It should be executed well, and more than executed well, it is something which can be executed. Okay. Or should be able to execute. Oh, yeah. And it should have a long lasting impact over the years, over generations. Whatever may be the number of years you look at it, and also from a
like a state or a citizen or even a country level standpoint, that impact should there. So that is the reason, again, being from the field, I thought I will just mention Dr. F.C. Kohli. And in fact, like F.C. Kohli was with Tata Power, and he is basically an electrical engineer. And it was his view or his vision based on which he approached Tata Group and mentioned that like there is definitely a future for IT or അപ്പം അതിൽ software. ശരിക്കും പറയുകയാണെങ്കിൽ സാർ പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് തന്നെ അതിൻ്റെ ഉപോത്ബലകമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിഷൻ. അത് എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. അതായത് ഒരു ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറഞ്ഞൊരു വിഷൻ എത്രത്തോളം ദൂരവ്യാപകമായ ഒരു വിഷനാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് എംപ്ലോയറായിട്ട് ടാറ്റ ഗ്രൂപ്പിന്റെ നമ്പർ 1 കമ്പനിയായിട്ട് ലോകത്ത് എമ്പാടും ഫുട് പ്രിന്റ് ഉള്ള ഒരു കമ്പനിയായിട്ട് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ആ ഒരു ഇലക്ട്രിക്കലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരവ്യാപകമായ എത്ര പ്രസാദാത്മകമായ ഒരു വിഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം താങ്കൾക്ക് തുടരാം ഈ ആൻഡ് അതിൽ ഒരു പ്രത്യേകത സാർ, അതും ആ ഇയർ നമ്മൾ നോക്കണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇൻ ദ കറണ്ട് ഇയേഴ്സ്. ഇറ്റ്സ് ഇൻ 1964 he started TCS. അപ്പം definitely he would have thought through it maybe much ahead of time, and then obviously he would have presented it to Tata Group. And initially എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ ആദ്യം ലൈക്ക് ബിക്കോസ് they don't want to get into this. ഇത് anyway finally with he is so persistent, they agreed, and like some nominal amount was given for him to set up something, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് to start. From there he started TCS. Tata Consulting Services. ഇന്ന് അദ്ദേഹം ഒരു നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഫക്കീർ ചന്ദ് കോഹ്ലി, FC കോഹ്ലി എന്ന ഫക്കീർ ചന്ദ് കോഹ്ലി ഇന്ത്യൻ സോഫ്റ്റ്വെയറിന്റെ പിതാവായിട്ടാണ് എല്ലാവരും ആദരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ശരിക്കും സാറ് പറയുന്ന ഒരു 60കളിൽ അല്ലെങ്കിൽ 70കളിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും കമ്പ്യൂട്ടറൈസേഷൻ അന്ന് ഡെമോക്രറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ആവിർഭാവത്തോടെയാണ് 80കളുടെ മധ്യത്തിലാണ് ശരിക്കും പേഴ്സണൽ കമ്പ്യൂട്ടർ ആവിർഭവിക്കുന്നത്. അതിനുശേഷമാണ് ഡെമോക്രറ്റൈസേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് തുടങ്ങുന്നത്. അതിനു മുമ്പൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വലിയ ഹ്യൂജ് അലമാരമാരി നിൽക്കുന്ന കംപ്ലീറ്റ്ലി മൈനസ് അല്ലെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചറിൽ റൂമിൽ നല്ല സോഡാ കുപ്പി കണ്ണാടിയൊക്കെ വെച്ച് കമ്പ്യൂട്ടറും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ നോക്കിയിരിക്കുന്ന കുറേ വ്യക്തിത്വങ്ങൾ നമ്മൾ വളരെ ദൂരെ നിന്ന് മാത്രമാണ് കാണുന്നത്. അതിന്ന് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ തന്നെ അന്നത്തെ ഒരു കമ്പ്യൂട്ടറെക്കാളും ഒരു 1000 തവണ അല്ല 1000 മടങ്ങ് കേപ്പബിലിറ്റി ഒരു എക്യുപ്മെന്റ് ആയിട്ട് മാറി. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞ ഒരു പർട്ടിക്കുലർലി ഒരു 25-30 ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ ലീപ്സ് ആൻഡ് ബൗൺസ് ആയിട്ട് ഗ്രോ ചെയ്തിരിക്കുന്ന കാണാം. ഇതൊക്കെ ഉണ്ടാകുമെന്ന് സാർ വിചാരിക്കുന്നുണ്ട്? ഇതിങ്ങനെ കാരണം തുടങ്ങിയ സമയത്ത് വളരെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറും വളരെ കുറേ മിനിമം ലെവൽ ഓഫ് ഇപ്പോൾ C ലാംഗ്വേജ് എന്നോ ബേസിക് ലാംഗ്വേജ് എന്നോ ബോൾ ലാംഗ്വേജ് എന്നോ ഫോർമുല ട്രാൻസ്ലേറ്റ് അതിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇത്രത്തോളം ഇങ്ങനെ ഇത്രയും വലുതായ രീതിയിൽ ഈ ടെക്നോളജി അദ്ദേഹം എനിക്ക് തോന്നുന്നു മരിക്കുന്നത് ഇപ്പോൾ ഒരു ഏകദേശം എത്ര വർഷമായി? ഒരു 3-4 ചുരുങ്ങിയ കാലങ്ങളായിട്ടു. അപ്പം അന്ന് 60കളിലോ 70കളിലോ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 21ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ ഡീക്കേഡിൽ വരെ അദ്ദേഹം ഇത് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും ദൂരവ്യാപകമായിട്ട് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകുമോ, അതോ അദ്ദേഹം തുടങ്ങിയതിന് ശേഷം ടെക്നോളജി അത്രത്തോളം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു ഇത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്? അന്ന് ഇത് തുടങ്ങിയ സമയത്ത് ഐ ഡോണ്ട് നോ ഇദ്ദേഹം ഇത്രയും ഒരു ലോങ് ഇത് എൻവിസാജ് ചെയ്തിട്ടുണ്ടാവുമോ എന്നറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഹി വാസ് ഷുവർ ദർ വിൽ ബി ഓട്ടോമേഷൻ ആൻഡ് ദർ വിൽ ബി ഡിജിറ്റൈസേഷൻ ആൻഡ് ഓൺ ദ ഗോ based on, because as you rightly pointed out, almost അദ്ദേഹം മരിക്കുമ്പോൾ 94-96 വയസ്സായി. അപ്പം അതുവരെ അദ്ദേഹം ആക്റ്റീവ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹി ഹാഡ് കംപ്ലീറ്റ്ലി 100% റിട്ടയർഡ് ലൈഫ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനിടയിൽ ആസ് ഹി ഗോ തിങ്സ് വർ മൂവിങ് ആൻഡ് ഹി ഓൾസോ ചേഞ്ച് കോഴ്സ്. അപ്പോൾ അതാണ് ലൈക്ക് ഇനിഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർട്രാൻ, നമ്മളെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ ഫോർട്രാൻ, പിന്നെ സാറ് പറഞ്ഞ മാതിരി ഒരു ഇത് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് റൂമിൽ പോലും കയറാൻ പറ്റില്ല, ഷൂ ഒക്കെ അഴിച്ച് അവിടെ കാണാനേ പറ്റുള്ളൂ. അവിടെ നിന്ന് തുടങ്ങി ഇനിഷ്യൽ ഫേസ് ഇറ്റ് വാസ് ഓൾ മെയിൻ ഫ്രെയിം.
we all know, ആ മെയിൻ ഫ്രെയിം എന്നുള്ള ആ ഒരു ലൈക്ക് സോഫ്റ്റ്വെയർ ആൻഡ് ദ മെഷീൻ വിച്ച് കെയിം ഔട്ട് ഓഫ് IBM ലാസ്റ്റഡ് ഫോർ എ ലോങ് പീരിയഡ്. അത് കഴിഞ്ഞാണ് ലൈക്ക് സഡൻലി ദ ടെക്നോളജി സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ് and the pace started changing, and from there, yeah, definitely, maybe knowing him in the later process or the second half of his career, he would have definitely envisaged things like that may be happening. എന്തെങ്കിലും സാറിന് പറഞ്ഞു കേട്ട അല്ലെങ്കിൽ കണ്ടു കേട്ട എന്തെങ്കിലും എക്സ്പീരിയൻസ്, എന്തുകൊണ്ടാണ് ഫക്കീർ ചന്ദ് കോഹ്ലി ടാറ്റ ഇലക്ട്രിക്കൽസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിലേക്ക് മാറണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്പനി ഉണ്ടാക്കണമെന്നോ അദ്ദേഹത്തിന് തോന്നി എന്തുകൊണ്ടായിരിക്കാം? അതിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സസ് വിച്ച് വിൽ ബി അവൈലബിൾ ഇൻ ഇന്ത്യ അത് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ദ സ്കിൽസ് എഡ്യൂക്കേഷൻ വൈസ് ഇന്ത്യ അന്നും ഇതായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നുള്ളത് സംവെയർ ഹീ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി തോട്ട് ലൈക്ക് ഫുൾ മാനുവൽ മെക്കാനിസത്തിൽ ഇറ്റ് വോണ്ട് വർക്ക് because some other countries will take over and all those things. So that may be the reason he would have balancing act ആയിരിക്കണം പുള്ളി ചെയ്തത് from a use of like appropriate skilled manpower, and for training them is easier rather than like trying to put them on work. So then automation started ആ ഒരു ആസ്പെക്റ്റിലാണ്. ബട്ട് ദ മേജർ ചേഞ്ച് ഇന്ത്യയുടെ IT ഇൻഡസ്ട്രിയുടെ ആ ഒരു മേജർ ടേണിംഗ് പോയിന്റ് Y2K ആയിരുന്നു. At Y2K, till that time we were like all doing lot of work for India or maybe the even for foreign, like നമ്മുടെ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന പെൻസിൽവേനിയയിലോ ഫിലാഡൽഫിയയിലുള്ള ഒരു ആദ്യത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എങ്ങാണ്ട് ഒരു വർക്കാണ്. അപ്പോൾ ഇവിടെ ലൈക്ക് അത് പല സീനിയേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവരെല്ലാം ഈ ടേപ്പിൽ കോഡ് എഴുതി അയക്കുകയാണ്. ആൻഡ് ദെൻ ദേ ടെസ്റ്റ് എവറിത്തിങ് ആൻഡ് ദെൻ സെൻഡ് ദ ടേപ്പ്. അവരവിടെ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം ഈ ഷിപ്മെന്റ് തന്നെ കുറേ ടൈം എടുക്കും. ഇൻ കേസ് ദർ ഇസ് ആൻ എറർ, പിന്നെ അത് അഗെയിൻ ഡബിൾ ടൈം ദേ ഹാവ് ടു സെൻഡ് ഇറ്റ് ബാക്ക്. ദർ ഇസ് നോ മെക്കാനിസം ലൈക്ക് സംബഡി സിറ്റിംഗ് ഇൻ ഇന്ത്യ ക്യാൻ ഡു ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ആൻഡ് ഓൾസോ ഹൗ ടു ഡീൽ വിത്ത് ദിസ് ഫോറിൻ കസ്റ്റമേഴ്സ്, വാട്ട് വെൻ ദേ സേ സംതിങ് വാട്ട് ദേ മീൻ, ആ ഒരു ആസ്പെക്റ്റ് എല്ലാം ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് നമുക്കത് പഠിക്കാനും അറിയാനും പറ്റിയത് Y2K ആണ്. ബിക്കോസ് Y2K സോർട്ട് ഓഫ് ബിക്കേം എ ക്രൈസിസ്. ഈ Y2K സാർ പറഞ്ഞു, ഞാൻ ഈ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഖേദിക്കുന്നു പ്ലീസ്. Y2K എന്ന് പറയുന്നത് ഇയർ 2000 അന്ന് ഈ നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഗ്രാമിലൊക്കെ ഇയർ മെൻഷൻ ചെയ്യുന്നത് DDMMYY എന്നായിരുന്നു. അതായത് 2 അക്കം ഡേറ്റിനും 2 അക്കം മാസത്തിനും 2 അക്കം ഇയറിനുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ചിരുന്ന 89, 90, 91, 92. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 99 കഴിഞ്ഞപ്പോഴത്തേക്ക് DDMMYY എന്നുള്ളത് അത് 00 മാറും. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് കാൽക്കുലേഷൻ അവതാളത്തിലാവുകയും എന്തെല്ലാം കമ്പ്യൂട്ടിംഗ് മേഖല വച്ചിരുന്നു. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് പ്രോഗ്രാമിലേക്ക് കടന്നു ചെന്ന് ഈ DDMMYY എന്നുള്ളത് DDMMYY എന്ന അക്കത്തിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ ഈ കറക്ഷന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇന്ത്യക്കാർ നാടൊക്കെ വിട്ട് പലയിടത്തും പോയി ചെയ്തത്. അതിൽ വളരെ പ്രാവീണ്യം കാണുകയും അത് വളരെ അഡാപ്റ്റീവായിട്ട് ചെയ്യുകയും ചെയ്ത് കണ്ടപ്പോഴത്തേക്കാണ് വെസ്റ്റേൺ ഓഡിയൻസിന് അല്ലെങ്കിൽ അമേരിക്കൻ ഓഡിയൻസിന് അല്ലെങ്കിൽ വെസ്റ്റേൺ ഓഡിയൻസിന് ഇന്ത്യക്കാർക്ക് ഇത് പ്രാപ്യമായ ഒരു സംഭവമാണെന്ന് മനസ്സിലാവുകയും അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2025 എന്ന വർഷത്തിൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ലോകത്ത് നടക്കുന്ന IT പ്രോഗ്രാമുകളിൽ 50-60% ഒരു ഇന്ത്യക്കാരൻ്റെ കയ്യിൽ കൂടി പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കാരൻ ഇവിടെ ഇരിക്കുന്ന ആളാകാം, അമേരിക്കയിൽ ഇരിക്കുന്ന ആളാകാം, എവിടെ ഇരിക്കുന്ന ആളാകാം. അപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സോഫ്റ്റ് പവറായി മാറിയതിൻ്റെ ശരിക്കും ഉള്ള ഘടകം Y2K അല്ലെങ്കിൽ ഇയർ 2000 ആണ്. അതാണ് ദിനേശ് തമ്പി സാർ നമ്മളോട് പറഞ്ഞത്. ഈ ഇയർ 2000 എന്ന് പറയുന്നത് TCSന്റെ ഗ്രോത്ത് ചരിത്രത്തിൽ, വളർച്ച ചരിത്രത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഴികക്കല്ലായിരുന്നു. അപ്പോൾ അത് ശരിക്കും കമ്പനിയെ വളരെ കൂടുതലായിട്ട്, അതായത് ഗ്രോത്ത് വളരെ കൂടുതലായിട്ട് ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്തു. അത് നോക്കുകയാണെങ്കിൽ സാർ, ഇപ്പം ഓവറോൾ ഇന്ത്യൻ IT ഇൻഡസ്ട്രി തന്നെ Y2K വാസ് ദ ടേണിംഗ് പോയിന്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഈ ഡോക്യുമെന്റേഷൻ, ഹൗ ദേ വെൻ വി ഡിസ്കസ് വിത്ത് ദ കസ്റ്റമർ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്, ഓരോന്നും നമുക്ക് പഠിക്കാൻ പറ്റി. കാരണം ഇതൊരു ക്രൈസിസാണ്. കാരണം അത് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ഇൻഷുറൻസ്, ബാങ്ക്സ്, എവറിവെയർ ലൈക്ക് ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്രോബ്ലം. അപ്പോൾ അത് കാരണം ദേ ഓൾസോ put an effort and focus and cooperated very well within a short span of time. Y2K ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് then we realized that is where like the overall the what you call ആ ഒരു ചേഞ്ച് ഉണ്ടായതും
ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ആ ബൂം വന്നതും അവിടെ നിന്ന് തുടങ്ങിയാണ്. ഈ ആദ്യമായി ഉണ്ടാകുന്ന പെൻസിൽവാനിയയിൽ എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടി ഉണ്ടാക്കിയ സോഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അതിലൊരു CEO അല്ലെങ്കിൽ ചീഫ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടാകും. ഈ പ്രോഗ്രാമുകളിലൊക്കെ അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺട്രാക്ട് എടുക്കത്തക്ക രീതിയിലുള്ള കോൺഫിഡൻസ് TCS എന്ന് പറഞ്ഞ കമ്പനിക്ക് ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അദ്ദേഹം ഒരു 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 എന്താ പറയുക അവസരമാണ് നോക്കാം എന്ന് എങ്ങനെയാണ് അത്? അല്ല, ഹി വാസ് ഹാവിങ് പിന്നെ അത് കോൺഫിഡൻസ്, ദർ ഇസ് നോ ഡെർത്ത് ഓഫ് കോൺഫിഡൻസ് ഇൻ ഹിം. പുള്ളി അത്രയും ഒരു കോൺഫിഡൻറ്റ് ആണ്. അത് അല്ലെങ്കിൽ ഒബ്വിയസ്ലി ലൈക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ ഈ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് വെയർ മിസ്റ്റർ രാംദുരെ ഹു ലേറ്റർ ടുക്ക് ഓവർ ഫ്രം ഹിം, ഹി വാസ് ദ ഫസ്റ്റ് റെസിഡന്റ് മാനേജർ ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫോർ TCS. ആദ്യത്തെ RM, ഞങ്ങൾ പറയുന്ന RM എന്നാണ്. ഇപ്പൊ അത് റീജിയണൽ മാനേജർ എന്നാ പറയുന്നത്. ടെർമിനോളജീസ് ഓൾഡ് സ്റ്റേജ്, ബട്ട് അന്ന് RM എന്ന് പറയുന്ന റെസിഡന്റ് manager. He was located in New York. That's where like that's the first thing. That again ഇപ്പം ഡോക്ടർ FCK നോക്കി കഴിഞ്ഞാൽ രാംദുരെ ഇദ്ദേഹം അവിടെ അയച്ചതാണോ? അയച്ചതാണ്. ദാറ്റ് ഈസ് അഗെയിൻ അതാ ഞാൻ പറഞ്ഞു, വിഷനിൽ ഇപ്പൊ അവിടെ ലോക്കൽ പ്രസൻസ് ഉണ്ടാവണമെന്നും എന്നാലേ കസ്റ്റമർ മീറ്റിംഗ്സ് ഒന്നുകൂടെ. ദാറ്റ് ഈസ് വെയർ ഫസ്റ്റ് ടൈം ആ ഒരു ലോങ് ടേം അസൈൻമെന്റ് എന്നുള്ളൊരു ആ ഒരു ലൈക്ക് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുക. അതർവൈസ് പീപ്പിൾ വിൽ ഗോ ഇംപ്ലിമെന്റ് ദ സോഫ്റ്റ്വെയർ, അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു, അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ഗ്യാതറിങ് തിരിച്ചു വന്നു എന്നാണ്. ദെൻ വി സ്റ്റാർട്ടഡ് ദ ഓഫീസ് ഇൻ ന്യൂയോർക്ക്. അതിൽ ആദ്യം RM, അത് എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കണം, ഇപ്പോഴും ഉണ്ട് 101 പാർക്ക് അവന്യൂ. ആ ബിൽഡിങ്ങിലാണ്. ഐ തിങ്ക് നമ്മുടെ ഓർമ്മ ശരിയാണ് 26-ാമത്തെയോ ഏതോ ഒരു ഫ്ലോറിലാണ് ഞങ്ങളുടെ ഓഫീസ്. അതിപ്പോഴും ഉണ്ട്. ഈവൻ ദോ ലേറ്റർ ന്യൂജേഴ്സിയിൽ ഒരു GDC, ഒരു ഗ്ലോബൽ ഡെലിവറി സെൻറ്ററും തുടങ്ങി ഓഫീസ്. അത് വലിയ ഓഫീസാണ്. വേർ ലൈക്ക് ദ അഡ്മിൻ സ്റ്റാഫ് എല്ലാവരും, HR എല്ലാവരും അവിടെ ഉണ്ട്. പക്ഷെ ഒരു കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് ഇപ്പോഴും 101 പാർക്ക് അവന്യൂ ആണ്. താങ്കൾക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി കാണാൻ സാധിച്ചപ്പോഴത്തേക്ക് ഈ ഒരു വിഷണറി ആസ്പെക്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് എയർ ഇന്ത്യ ബിൽഡിങ്ങിലായിരുന്നു, ഞങ്ങളുടെ ബോംബെയിലെ എയർ ഇന്ത്യ ബിൽഡിങ്ങിൽ. അപ്പം ലൈക്ക് വെൻ യു ഗെറ്റ് ഇൻ ടു ദ ലിഫ്റ്റ് കയറി നിൽക്കുമ്പം സഡൻ ആയിട്ട് എവറിഥിങ് ഗോ സൈലന്റ്, സെക്യൂരിറ്റി ഗാർഡ്സ് വിൽ ബി റണ്ണിങ് അറൗണ്ട് എന്ന് നോക്കിയാൽ അറിയാം ഇദ്ദേഹം വന്നിട്ടുണ്ടെന്ന്. ഇദ്ദേഹം വന്ന് ഇറങ്ങി ഇതിനകത്ത് കയറി എല്ലാവരെയും നോക്കും. പിന്നെ ഞാനൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. ഞാനും എൻ്റെ അന്നത്തെ GL, ഞാനന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രോജക്ട് ലീഡർ ആയിരുന്നു. GL ഗ്രൂപ്പ് ലീഡറും എൻ്റെ കൂടെ ഉണ്ട്. എന്നിട്ട് വെളിയിറങ്ങിയപ്പം പറഞ്ഞു, പോയി നിന്റെ പടം എടുത്തിട്ടുണ്ട്, അത് ഫോട്ടോ. അപ്പം അന്ന് ഇങ്ങനെ നടരാജനെ പുള്ളിക്ക് നാറ്റ്സ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഹീ ഈസ് വെരി സീനിയർ ദാൻ മീ അന്ന്. അപ്പോൾ എന്നെയും പരിചയപ്പെടുത്തി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോയി. അതാണ് ആ ഫസ്റ്റ് സൈൻ. നെക്സ്റ്റ് ടൈം ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ കാണുന്നത് ഇറ്റ് വാസ് ആൻ എസ്കലേഷൻ. ഞാൻ അവിടെ വന്ന് ചാടുന്നത്. കാരണം എൻ്റെ പ്രെഡിസീസർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ചെയ്ത കൂട്ടത്തിൽ സംതിങ് ഹാപ്പൻ ലൈക്ക് ദർ എവറി ഡേ ദ ബാച്ച് പ്രോസസ്സിംഗ് ഷുഡ് ഗെറ്റ് ഓവർ, എന്നാലേ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇതിൽ WDM ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റിൽ ദ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത് കമ്പയർഡ് ടു FCM വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ. അപ്പം ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ബിക്കോസ് ഓഫ് സം ബാച്ച് എറർ ഇത് ഒരു മിനിറ്റ്സ് ഡിലേ ആയി. അപ്പം ലൈക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇതായി. അത് ഭയങ്കര എസ്കലേഷനായി. ദെൻ ഇറ്റ് വെൻറ്റ് അപ്പ് ടു ഹിം ആൻഡ് ദെൻ ഫൈനലി ലൈക്ക് he has an opportunity, he got an opportunity go abroad. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഡോക്ടർ FCK പറഞ്ഞു, ഹൂമോർ ഇസ് ടേക്കിംഗ് ഓവർ, ഐ വാണ്ട് ടു മീറ്റ്. അങ്ങനെ ഞാനും ഇദ്ദേഹം കൂടെ അവിടെ പോയി. അപ്പം പൊഴിച്ചു ലൈക്ക് മൈ പ്രൊഡ്യൂസർ ഗേവ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇതങ്ങനെ നടക്കുന്ന എല്ലാം ഫിക്സ് ആയിട്ടുണ്ട്. അപ്പം പുള്ളി എന്നിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, സോ ഓക്കെ ദിനേഷ്, യു വിൽ ഹാൻഡിൽ ഇറ്റ് റൈറ്റ്? പറഞ്ഞു, യെസ് സർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെയാണ് ആ ഒരു ഇൻട്രാക്ഷൻ. പക്ഷെ ആ ഒരു ലൈക്ക് ഇറ്റ്സ് ലൈക്ക് അതൊരു എന്താ പറയുക, യു വിൽ ഗെറ്റ് റിയലി ഇൻറ്റിമിഡേറ്റഡ് ആ ഓഫീസിനകത്തോട്ട് കയറുക എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞന്റെ ലെവലിലുള്ള മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ ഒരു മാനേജറിയൽ ലെവൽ? ഇറ്റ് ഈസ് മെയിൻലി മാനേജറിയൽ ആൻഡ് മോർ ദാൻ ദാറ്റ് ലീഡർഷിപ്പ്. ആ ഒരു ഇപ്പം സാർ നമ്മൾ ഈ ടോപ്പിക് തുടങ്ങിയപ്പോൾ പറഞ്ഞു തന്നെയാണ് കറക്റ്റ്. സ്ട്രോങ് ലീഡർ. He won't budge for any. അതിപ്പം ഗവൺമെന്റ് he is a real strong leader. Okay. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ളൊരു വിഷണറി ലീഡറായ ഫക്കീർ ചന്ദ് കോഹ്ലി അന്ന് ഉണ്ടാക്കിയ ആ കമ്പനി ഇന്ന് ലോകം മുഴുവൻ പന്തലിച്ച്
ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ സാർ, നമ്മൾ TCS കേരളത്തില് ട്രിവാൻഡ്രത്ത് തുടങ്ങാൻ കാരണം ഇദ്ദേഹമാണ്. I see. ആ, ഓ, അത് ഡോക്ടർ വളരെ FCK ഇൻട്രസ്റ്റിംഗ് ആണ്. ആണ്. കാരണം അന്ന് നമുക്കറിയാലോ, ടെക്നോ പാർക്ക് വാസ് ദ ഫസ്റ്റ് ഓഫ് ദ കൈൻഡ് IT പാർക്ക് ഇൻ ഇന്ത്യ. ഇൻ ഇന്ത്യ. അത് നമ്മുടെ ITPയിലൊക്കെ 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. അപ്പൊ അന്ന് ഇദ്ദേഹവും നമ്മുടെ KPP നമ്പ്യാർ സാറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, വിജയരാഘവൻ സാറും എല്ലാവരും കൂടെ ഇദ്ദേഹത്തിനെ പോയി കണ്ട് ഡിസ്കസ് ചെയ്ത് ദെൻ ഹീ സെഡ് ഓക്കെ ലെറ്റ്സ് സീ. ഇവിടെ വന്ന് മീറ്റ് ചെയ്ത് ദെൻ ബീയിങ് എ സ്റ്റേറ്റ് വിത്ത് ഹൈ എഡ്യൂക്കേഷണൽ ഇൻഡെക്സ് ഫ്രം, അപ്പം പുള്ളിക്ക് ആ ബിസിനസ് ഓപ്പറേഷൻസ് തുടങ്ങാൻ മേ ബി he thought he will try, and അങ്ങനെ വരുമ്പം anyway he is the first person who created the training mechanism in IT. So Okay. we have to train people, and we may need that is again his vision. When the large project comes, you cannot handle like 5-10 people and say 2 മാസം കഴിഞ്ഞ് ബാക്കി 5 പേരെ തരാമെന്ന് പറഞ്ഞാൽ project ഓടില്ല. So he said there has to be a mechanism for TCS where TCS trains skilled resources. അങ്ങനെ then he thought okay, when the state being having ഇത്ര എഡ്യൂക്കേഷണൽ ഇൻഡെക്സ് ഉള്ള സ്ഥിതിക്ക് he started. അങ്ങനെയാണ് ഇവിടെ CLC കോർപ്പറേറ്റ് ലേണിംഗ് സെന്റർ തുടങ്ങിയത്. ആദ്യമായിട്ട് ഏത് വർഷത്തിലാണ്? 1994. So long back. അന്ന് തുടങ്ങി. ശരിക്കും അന്ന് ആക്ച്വലി നമ്മൾ ആ നില ബിൽഡിംഗിലാന്ന് തോന്നുന്നു, റെന്റഡ് സ്പേസ് ആയിരുന്നു ടിൽ അവർ ഫെസിലിറ്റി കെയിം അപ്പ്. അന്ന് തുടങ്ങിയതാണ്. ഇതിൽ 2 കാര്യമുണ്ട്. അതായത് ശരിക്കും സാർ നേരത്തെ പറഞ്ഞ മാതിരി ആ ഫാർ വിഷണറി എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയിൽ പ്രോഗ്രാമേഴ്സിൻ്റെ അല്ലെങ്കിൽ ലോജിക്കൽ ടെസ്റ്റിംഗ്, ലോജിക്കൽ പ്രോഗ്രാമേഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു നല്ല ശതമാനം ആൾക്കാർ ഉണ്ടാകുമെന്ന് കാണുന്ന ഒരു ഫാർ സൈറ്റ് ഉണ്ട്. അതായത് അപ്പോൾ ചിലപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകുന്ന ഒരു പ്രതീതി, അല്ലെങ്കിൽ അതുപോലെ ആയിരുന്നില്ല അന്ന് ഇന്ത്യ. ഇപ്പോൾ 60കളിലും 70കളിലും ഒക്കെ ഓരോ സംസ്ഥാനങ്ങളിലും 1, 2, 3 എഞ്ചിനീയറിംഗ് കോളേജും. അന്ന് കേരളത്തിൽ തന്നെ സാറ് പറഞ്ഞാൽ ശരിയാ, നോക്കിക്കഴിഞ്ഞാൽ മേ ബി ലൈക്ക് 5 എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു REC ഉള്ളൂ. അതെ, അങ്ങനെ ഇരുന്ന സമയത്ത് ഈ 100 ഉണ്ടാകുന്നു, 200 ഉണ്ടാകുന്നു, ഇത്രത്തോളം കമ്പ്യൂട്ടർ സയൻസിന്റെ ഗ്രാജുവേറ്റ്സും അണ്ടർ ഗ്രാജുവേറ്റ്സും ഉണ്ടാകുന്നതും ആരും. ഓൾസോ വൺ മോർ അതർ തിങ് ഫ്രം എ സ്കിൽ, ആൾക്കാരെ എടുക്കുന്ന വെച്ച് നോക്കുമ്പോഴും he is the one who promoted initially പോസ്റ്റ് ഗ്രാജുവേഷൻ, MTech. അന്നത്തെ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നവർ പെർസെൻറ്റേജ് വൈസ് MTech-കാരാ കൂടുതൽ ജോയിൻ ചെയ്യുന്നത്. ബിടെക് കഴിഞ്ഞിട്ടുള്ള MTech, അതും പ്രീമിയം യൂണിവേഴ്സിറ്റീസിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അതൊരു ഭയങ്കര നമുക്ക് ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത, കാരണം ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക്കൽ സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് നാടിനെ പറ്റി അറിയുക, അല്ലെങ്കിൽ കമ്പനികളെ പറ്റി അറിയുക, ഭാവിയെ പറ്റി അറിയുക, ഓട്ടോമേഷൻ മെക്കനൈസേഷനെ പറ്റി അറിയുക, അതിനുള്ള കാഴ്ചകൾ മനസ്സിൽ കൊണ്ടുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. ആ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴത്തേക്കും അന്ന് ഇന്ത്യയിൽ ഇത്രത്തോളം എഞ്ചിനീയറിംഗ് മാൻ പവർ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പോലെ ഒരിക്കലും ആയിരുന്നു. ഇപ്പോഴത്തെ ഉള്ളതിൻ്റെ ഒരു 10-1 പോലും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത്രത്തോളം IT വർക്ക് ഫോഴ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നും അതിനനുസരിച്ചുള്ള ഒരു കമ്പനി പ്രിപ്പറേഷൻ. ഒന്ന്, രണ്ട്, സാർ ആ പോയിന്റ് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഇന്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നോക്കുമ്പം അതാണ് as it go when the year pass by how the things are moving, he also envisaged things in അതായത് ഓരോ തവണ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഡൈനാമിക് കറക്ഷൻസ്. 94 ഇവിടെ ട്രെയിനിങ് തുടങ്ങി. അതും വളരെ അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതായത് 1994 എന്ന് പറയുന്നത് ഇന്നേക്ക് 30 വർഷത്തിന് മുമ്പാണ്. 30 വർഷത്തിന് മുമ്പാണ്. 30 വർഷത്തിന് മുമ്പായിട്ട് ഒരു കോർപ്പറേറ്റ് ലേണിംഗ് സെന്റർ തുടങ്ങണമെന്നും അത് തിരുവനന്തപുരത്ത് ഹൈക്കോടതി തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അത് ചുമ്മാ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. പർട്ടിക്കുലർലി കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബെയിലും ബാക്കിയുള്ള വളരെ കൂടുതൽ ഓപ്പറേഷൻസ് ഒക്കെ ബാംഗ്ലൂരിലൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് ലേണിംഗ് സെന്റർ നമുക്ക് ട്രിവാൻഡ്രത്ത് തുടങ്ങാന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ അവിടുന്ന് ഇത്രത്തോളം മാൻ പവർ കിട്ടും എന്നുള്ള ഒരു കാഴ്ചപ്പാട്. രണ്ടാമതായിട്ട് ലേണിംഗിന് പറ്റിയ ഒരു ആംബിയൻസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഓൾസോ വൺ മോർ പോയിന്റ് അതായത് പറയുകയാണെങ്കിൽ ഇദ്ദേഹം എൻവിസാജ് ചെയ്തത് അക്രോസ് ഇന്ത്യ നമ്മൾ എടുക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ട്രെയിൻ ചെയ്യണം. ആൻഡ് അന്നത്തത് 60 ദിവസമോ 45 ദിവസമോ കൊണ്ടാണ് ട്രെയിനിങ്. So it gives a very good platform for all of them to bond each other. They know each other. അന്നത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയവരെല്ലാം ഇന്നും കണക്റ്റഡാ ആണല്ലേ. ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്നും പല ഭാഷകൾ പറയുന്നവര്, റീത്ത് റിവാജ് എന്ന് പറയും, ഓരോ ഇതിലുള്ള അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ. അന്ന് തന്നെ ഇദ്ദേഹം
ഇത് ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഹോസ്റ്റലുണ്ട്. ദർ ഇസ് എ 500 ബെഡ് ഹോസ്റ്റൽ ഇൻസൈഡ് ദ ക്യാമ്പസ്. ഇൻസൈഡ് ദ ക്യാമ്പ് ഇൻസൈഡ് ദ ക്യാമ്പ്. അന്ന് 250 റൂംസ്. ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ഒരു അപ്പോൾ ഇറ്റ്സ് എ റെസിഡൻഷ്യൽ പ്രോഗ്രാം. സാറ് പറഞ്ഞ പോലെ ഇന്ത്യയിലെ നാനാ ഭാഗത്തു നിന്നുള്ള പല ഭാഷകളും പല യൂണിവേഴ്സിറ്റീസിൽ നിന്നും ഒബ്വിയസ്ലി അന്നെല്ലാം എഞ്ചിനീയേഴ്സ് തന്നെയാണ് ഇവിടെ വന്ന്. അതൊരു മെൽറ്റിംഗ് പോട്ടാണ് അവിടെ. ഇതിൽ വേറൊരു വ്യക്തിപ്രഭാവം കൂടി കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നാരായണമൂർത്തി ഇൻഫോസിസ് തുടങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ശിവനാടാർ HCL ടെക്നോളജീസ് തുടങ്ങിയപ്പോഴോ അവരൊക്കെ ഒരു IT എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. ഉദാഹരണമായിട്ട് HCL ടെക്നോളജി സോഫ്റ്റ്വെയർ തുടങ്ങുമ്പോഴത്തേക്ക് HCL ഇൻഫോസിസ്റ്റം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സിന് ഒരു ഹാർഡ്വെയർ കമ്പനിയായിട്ടും അതിൻ്റെ സോഫ്റ്റ്വെയർ അനുബന്ധമായ കാര്യങ്ങൾ നടത്തുകയായിരുന്നു. നാരായണമൂർത്തി ഒരു പ്രോഗ്രാമർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം IT നിന്നുള്ളതായിരുന്നു. അതേസമയത്ത് ഫക്കീർചന്ദ് കോഹ്ലി ഒരു പ്രോഗ്രാമർ ആയിരുന്നില്ല, ഒരു IT പ്രൊഫഷണൽ ആയിരുന്നില്ല. അങ്ങനെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് കയ്യെത്താത്ത ദൂരത്തിൽ നിൽക്കുന്ന ഒരു സംഭവം പോലെ. അത് മാത്രമല്ല ലോകത്തെമ്പാടും നോക്കണം, ഒരു 1000, 2000, 3000 കമ്പ്യൂട്ടേഴ്സ് ഒരു മെയിൻ അനീക്വൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഇതില് ഒരാൾ സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉൾവിളി, അന്ധകരണം എന്നൊക്കെ പറയും, അത് കണ്ടിട്ടാണ് ആയിരിക്കും തുടങ്ങുക. ഇദ്ദേഹത്തിന് ഇതിന് രണ്ടിന്റെ ഒരു ആവശ്യത ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം IT കമ്പ്യൂട്ടർ സയൻസിന്റെ ആളായിരുന്നില്ല. ഇദ്ദേഹം IT എന്ന് പറയുന്നത് 60-കളിൽ അതിന്റെ ഏറ്റവും വളരെ എന്താ പറയാ ലോവസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ടെക്നോളജി എന്നുവെച്ചാൽ ഉയർന്നു വരുന്ന എന്നാൽ തുടക്കത്തിൽ നിൽക്കുന്ന ടെക്നോളജി ആയിരുന്നു. അപ്പോൾ അതിനെ ഇത്രത്തോളം ഒരു വലിയ എൻറ്റിറ്റി ആക്കാമെന്നും അല്ലെങ്കിൽ ഒരു വലിയ എന്റർപ്രൈസ് ആക്കാമെന്നും അദ്ദേഹം വിചാരിച്ചിരുന്നു. നമ്മളൊരു വിഷണറി ലീഡർഷിപ്പിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തന്നെ ഒരു പർട്ടിക്കുലർ വ്യക്തിപ്രഭാവത്തിലേക്ക് നമ്മൾ ചെന്നെത്തപ്പെട്ടു. ഫക്കീർചന്ദ് കോഹ്ലി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫാദർ ഓഫ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. താങ്കൾക്ക് അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ടുള്ള കണക്ഷൻ കൂടി ഉണ്ടായിരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും ഇദ്ദേഹം ഈ IT എന്ന് പറയുന്ന ഒരു ദൂരവ്യാപകമായ ഒരു ഫാർ സൈറ്റഡ് എന്റർപ്രൈസ് ഒരു സംരംഭകനല്ലാത്ത അദ്ദേഹം സൃഷ്ടിച്ചു. ഓക്കെ, ടാറ്റ ഗ്രൂപ്പിന് വേണ്ടി സൃഷ്ടിച്ചു. വേറെന്തെങ്കിലും അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ എനി അതർ തിങ് ദാറ്റ് ഹി ഹാഡ് സ്റ്റാർട്ടഡ് ഇൻ ദ കൺട്രി? ഇതിലൊരു മെയിൻ ആസ്പെക്ട് അവിടെ നിന്നാണ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഗ്രോയിങ് or like creating so much of jobs. അപ്പോൾ നമ്മൾ അന്നത്തെ ആ മാനുഫാക്ചറിങ് റെവല്യൂഷൻ ചൈന കൊണ്ടുപോയി. സോ ദിസ് വാസ് ദ വിൻഡോ. അപ്പോൾ അത് വെച്ചിട്ട് അത് Y2K ഒക്കെ വന്നപ്പം ലൈക്ക് ഡെഫിനറ്റ്ലി all the IT companies in India capitalized that very well, leveraged that opportunity. ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ അതർ തിങ്സ് വിച്ച് ഹി ഡിഡ് ഫോർ ദ നേഷൻ ഇസ് ഹി ഓൾവേസ് ബിലീവ്ഡ് ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻ ദ ലോക്കൽ റെസ്പെക്റ്റീവ് ലോക്കൽ ലാംഗ്വേജസ്, വെദർ ഇറ്റ്സ് ലൈക്ക് ആ ലിംഗ്വിസ്റ്റിക് ആസ്പെക്ട് ഹി വാസ് ലൈക്ക് ഫോക്കസിങ് ഓൺ ദാറ്റ്. അപ്പോൾ അത് മലയാളത്തിലാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഹി സെഡ് ദ ട്രെയിനിങ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ടു ബി ഡൺ ഇൻ ലൈക്ക് മലയാളം, തമിഴ് ലാംഗ്വേജ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അതും അദ്ദേഹത്തിന്റെ കാരണം അതായത് ഡൗൺ ടു ദ ലോവസ്റ്റ് ലെവൽ ഒരാൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മളിരിക്കുന്നത് കേരളം ഒരു IT സാക്ഷരത അല്ലെങ്കിൽ IT ലിറ്ററസിയിൽ കംപ്ലീറ്റ് ആയിട്ട് എത്തപ്പെട്ട ഒരു സംസ്ഥാനമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടാകുന്നത്, ലിറ്ററസി എന്ന് പറയുന്ന പോലെ. അപ്പോൾ എല്ലാ താഴെക്കിടയിലുള്ള വ്യക്തികൾ കൂടി ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗം വേണമെന്നുള്ള അർത്ഥത്തിലായിരിക്കണം അദ്ദേഹം ഈ വെർനാക്കുലർ അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അത് ബേസ് ചെയ്താണ് അദ്ദേഹം ഈ അഡൽട്ട് ലിറ്ററസി പ്രോഗ്രാം തുടങ്ങിയത്. ഹി ലോഞ്ച് ദാറ്റ് ഇൻ ഹൈദരാബാദ്. അപ്പോൾ അഡൽട്ട് ലിറ്ററസി പ്രോഗ്രാമിൽ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട് ഇതാണ്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രോഗ്രാം ആയിരുന്നു, അല്ല ഇദ്ദേഹം തുടങ്ങിയതാണ്. അതിൽ മെയിനായിട്ട് ഇപ്പം നമ്മൾ കേരളത്തിൽ ആ ഒരു ലിറ്ററസി വന്നപ്പം ലൈക്ക് എഴുത്തും വായനയും കണക്കൂട്ടുന്നതും പഠിപ്പിക്കുന്ന പോലെ ഇദ്ദേഹം ബീയിങ് ഫ്രം ദ IT സൈഡ് ഇദ്ദേഹം പറഞ്ഞത് ആ ലോക്കൽ വെർനാക്കുലർ ലാംഗ്വേജസിൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കണം അവിടാണ്. സോ അതൊരു CSR ഇനിഷ്യേറ്റീവായിട്ടാണ് പുള്ളി തുടങ്ങിയത്. ആൻഡ് വാട്ട് ഹി ഡിഡ് ഇസ് ലൈക്ക് ഹി എൻകറേജ്ഡ് അവർ അസോസിയേറ്റ്സ് ആൻഡ് ദ ടീംസ് ടു ഗോ ആൻഡ് ടീച്ച് ഓൾ ദീസ് പീപ്പിൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കുക ഇൻ ദെയർ ഓൺ ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ അതാത് സ്റ്റേറ്റിൽ അതാത് സെൻറ്റേഴ്സിലുള്ള ആൾക്കാരാണ് അത് ചെയ്യുന്നത്. അപ്പം ദാറ്റ് ഈസ് അഗെയിൻ വൺ ഓഫ് ദ തിങ്സ് വിച്ച് he envisaged. That is again from a visionary leadership നോക്കിയാൽ another example. Okay.